ഹലോ ഗൈസ്, സദ്യ കഴിക്കാൻ പോവാൻ ഒരുങ്ങിയാലോ? യെസ് ഗൈസ്, ഗെറ്റ് റെഡി വിത്ത് മീ. സ്കിൻ കെയറിന്റെ ഭാഗമായിട്ട് നമുക്ക് മോയ്സ്ചറൈസറിൽ തന്നെ തുടങ്ങാം. ഞാനിവിടെ പോൺസിന്റെ മോയ്സ്ചറൈസർ ആണ് കേട്ടോ എടുത്തത്. പിന്നെ ഒരു കാർമസിന്റെ ലിപ് ബാം കൂടി ഇട്ടു. സദ്യ കഴിക്കാൻ നട്ടുച്ചക്കാണല്ലോ പോണത്, അതുകൊണ്ട് കുറച്ച് സൺസ്ക്രീനും കൂടെ ഇട്ടു. അല്ലേ പിന്നെ തിരിച്ചു വരുമ്പോ ഞാനല്ലാണ്ടാകും. ഇവിടെ ഞാൻ പ്രൈമർ ആയിട്ടും ഒരു ഇൻസ്റ്റന്റ് ഗ്ലോക്ക് വേണ്ടി സ്വിസ് ബ്യൂട്ടിയുടെ ഹൈലൈറ്റർ പ്ലസ് ഇലുമിനേറ്റിംഗ് ക്രീമാണ് കേട്ടോ യൂസ് ആക്കുന്നത്. എല്ലാ മേക്കപ്പിന്റെ വീഡിയോസിലും ഞാൻ ഇതിനെ കുറിച്ച് പറയലുണ്ട്, കാരണം ഇതിന്റെ അത്രയ്ക്കും ഫേവറേറ്റ് ആയിട്ടുള്ള ഒന്നാണ്. പിന്നെ എനിക്ക് ഇത്തിരി ഡാർക്ക് സർക്കിൾ ഉണ്ടായതുകൊണ്ട് കൺസീലർ വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് കറക്റ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഫേസിലില്ല അല്ലറ ചില്ലറ ഡാർക്ക് സ്പോട്ട്സ് ഒക്കെ ഒന്ന് ഫെയ്ഡ് ആക്കി കൊടുക്കുന്നുണ്ട്. വല്ലാണ്ട് ഡാർക്ക് സ്പോട്ട്സ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് കൺസീലർ വെച്ചിട്ട് തന്നെ ഉണ്ടോ ഫെയ്ഡ് ആക്കുന്നത്. പിന്നെ ഫൗണ്ടേഷൻ ആയിട്ട് ഹുദ ബ്യൂട്ടിയുടെ ഫൗണ്ടേഷൻ ആണ് കേട്ടോ യൂസ് ആക്കുന്നത്. ഇതിന് വല്ലാണ്ട് കവറേജ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ഒരു ടിന്റ് ആയിട്ട് തന്നെ യൂസ് ആക്കാം. എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ട ഒരു ഫൗണ്ടേഷൻ ആണ് കേട്ടോ ഇത്. ഫൗണ്ടേഷൻ ഒക്കെ ഇട്ട സ്ഥിതിക്ക് വല്ലാണ്ട് വിയർക്കുന്ന സ്പോട്ടിലേക്ക് ഒന്ന് പൗഡർ വെച്ചിട്ട് സെറ്റ് ആക്കി എടുക്കാം. ഇനിയാണിപ്പോ എന്റെ മെയിൻ ടാസ്ക്. ഈ ഐബ്രോസ് ഫില്ല് എനിക്ക് എന്നും ഒരു ടാസ്ക് തന്നെ. എന്തായാലും ഇപ്പൊ കുറെയൊക്കെ ശരിയായിട്ട് വരുന്നുണ്ട്. എന്റെ ഐബ്രോസിൽ വരക്കുമ്പോഴാണ് കേട്ടോ ഈ ഒരു പ്രശ്നം വരുന്നത്. ഇനി നമുക്ക് കണ്ണിലൊരു താജ്മഹൽ പണയാം. ഇന്നിപ്പോ ഞാനൊരു ട്രഡീഷണൽ ലുക്കാണ് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് തന്നെ താഴെ കണ്ണ് എഴുതാന്നാണ് ഇപ്പത്തെ എന്റെ ഒരു പ്ലാന്. ആദ്യം തന്നെ കാജൽ വെച്ചിട്ട് ഒന്ന് കണ്ണ് എഴുതിയിട്ട് ഐലൈനർ വെച്ചിട്ട് കോർണേഴ്സ് ഒക്കെ ഒന്ന് ഫില്ല് ചെയ്തു. പിന്നെ ഒരു ദാക്ഷണ്യം കൂടാതെ നല്ല പോലെ തന്നെ മസ്കാര ഇട്ടു. ഇപ്പൊ കുറച്ചായിട്ട് എനിക്ക് ബ്ലഷിനോട് കുറച്ച് ക്രഷ് കൂടുതലാണ്. അതുകൊണ്ട് തന്നെ നല്ല പോലെ ബ്ലഷ് ഇടും. ഏതോ ഒരു ലിപ് ലൈനർ വെച്ചിട്ട് ലിപ് ലൈനും ചെയ്തു. പിന്നെ ലിപ്സ്റ്റിക് ആയിട്ട് സ്വിസ് ബ്യൂട്ടിയുടെ തന്നെ സ്റ്റേ ഓൺ മാറ്റ് ലിപ്സ്റ്റിക് ആണ് യൂസ് ആക്കുന്നത്. നമ്മുടെ ഇന്ത്യൻ സ്കിൻ ടോണ് നല്ല പോലെ മാച്ച് ആയി പോകുന്ന ഒരു ലിപ്സ്റ്റിക് ആണ് കേട്ടോ ഇത്. മീഡിയം ടു ഡാർക്ക് സ്കിന്നിനൊക്കെ ഒരു അഡാർ ഐറ്റം തന്നെയാണ് അത്. ഞാൻ ഇത്രക്ക് ഡാർക്ക് കളേഴ്സ് യൂസ് ആക്കാത്തതുകൊണ്ട് തന്നെ ഒരു ന്യൂഡ് കളർ ലിപ് ഗ്ലോസ് കൂടി യൂസ് ആക്കുന്നുണ്ട്. അങ്ങനെ ഇതെല്ലാം കൂടി ഇട്ടിട്ട് ഞാനൊരു സുന്ദരിയായി. പിന്നെ ഇന്നത്തെ എന്റെ ഔട്ട്ഫിറ്റ് ഈ ഒരു ബ്ലാക്ക് സൽവാർ ആണ്. ഇയറിംഗ്സ് ആയിട്ട് എന്റെ കയ്യിലിപ്പോ ഈ 2 കമ്മലും മാത്രമേ ഉള്ളൂ. ആക്ച്വലി ഞാൻ ഏത് കമ്മലിടണമെന്ന് ആദ്യമേ പ്ലാൻ ചെയ്തതാണ്. എന്നാലും വെറുതെ ഒരു രസം. അങ്ങനെ എന്റെ കംപ്ലീറ്റ് മേക്കപ്പും കഴിഞ്ഞു. ഇനി ഞാൻ പോയിട്ട് നല്ലൊരു സദ്യ കഴിക്കട്ടെ. അടുത്തൊരു ഗെറ്റ് റെഡി വിത്ത് മീ ആയിട്ട് ഞാൻ പെട്ടെന്ന് തന്നെ വരാം. ബൈ.